ഇന്ന് ഞാൻ ഹനുമാൻ ചാലീസയെ പറ്റി പറയാനാണ് വന്നത്. ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും അതിൻ്റെ ഫലങ്ങളെ പറ്റിയും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പം ഇന്ന് ഹനുമാൻ സ്വാമിയുടെ ഇഷ്ട പ്രാർത്ഥനയായ ഹനുമാൻ ചാലീസയെ പറ്റിയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഹനുമാൻ ചാലീസ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു പ്രാർത്ഥനയാണ്. അപ്പോൾ ഹനുമാൻ ചാലീസയുടെ ഫലങ്ങളും അത് ചൊല്ലേണ്ട കുറച്ച് രീതിയും ഒക്കെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഹനുമാൻ ചാലീസ ചൊല്ലേണ്ടത് നമുക്കൊരു തവണ 40 ശ്ലോകങ്ങളാണ്. അപ്പോൾ നമുക്കത് പെട്ടെന്ന് തീരും നമ്മൾ ചൊല്ലി. പിന്നെയുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ദിവസം അടുപ്പിച്ച് ചൊല്ലുമ്പോൾ തന്നെ അതൊക്കെ നമ്മുടെ മനസ്സിൽ തെളിയും. പിന്നെ നമുക്കതെങ്ങും നോക്കാതെ ചൊല്ലാനും കഴിയും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിത് ചൊല്ലുമ്പോൾ 1, 3, 5, 7, 9, 11 എന്നീ തവണകളിലൊക്കെ നമുക്ക് ചൊല്ലാവുന്നതാണ് നമ്മുടെ സമയം അനുസരിച്ച്. അപ്പോൾ നമ്മളെപ്പോഴും ചൊല്ലുന്നതിന് മുന്നേ തന്നെ നമ്മൾ ശ്രീരാമ ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ ചൊല്ലാനായിട്ട്. ശ്രീരാമനാമം നമ്മൾ എഴുതുകയോ അല്ലെങ്കിൽ ചൊല്ലുകയോ ചെയ്തിട്ട് ഹനുമാൻ ചാലീസ ചൊല്ലുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ഇതിൻ്റെ ഫലങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ നമുക്ക് ഇത് ചൊല്ലേണ്ട ഒരു ചെറിയൊരു രീതി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിത് 3 തവണ ചൊല്ലുക എന്ന് തിരഞ്ഞെടുക്കുക. അതിന് ആദ്യം നമ്മൾ രാവിലെ ചൊല്ലുന്നതാണ് കൂടുതൽ ഗുണകരം. രാവിലെ ആണെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞ്, അപ്പോൾ അതായത് വൈകുന്നേരമോ രാത്രിയാണെങ്കിൽ നമ്മൾ വടക്കോട്ടോ പടിഞ്ഞാറേക്കോ നമ്മൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ രാവിലെ ആണെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞ് ശുദ്ധിയായി കുളിച്ച് ശുദ്ധമായിട്ട് നല്ല വസ്ത്രം ധരിച്ച് നല്ല മനസ്സോടെ ആത്മാർത്ഥതയോടെ നമ്മൾ ഭഗവാനെ നമ്മുടെ മനസ്സിൽ ധ്യാനിക്കുക. ഏറ്റവും ആദ്യം നമ്മൾ നമ്മുടെ കുലദേവതമാരെ നന്നായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. നമ്മുടെ കുലദേവത സങ്കല്പത്തിലുള്ള മനസ്സിൽ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. പിന്നെ നമുക്ക് ഗുരു സങ്കല്പം ഉണ്ടെങ്കിൽ ഗുരുവിനെ പ്രാർത്ഥിക്കുക. അതുമല്ലെങ്കിൽ നമ്മൾ ഗുരു സങ്കല്പം ഇല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ ഗണപതിയെ സ്തുതിക്കുക. ഗണപതിയുടെ വക്രതുണ്ട മഹാകായ എന്ന സ്തോത്രമോ അല്ലെങ്കിൽ ഗണപതിയുടെ ഏകദന്ത മഹാകായ എന്ന സ്തോത്രമോ, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും സ്തോത്രമോ അല്ലെങ്കിൽ ഗണപതിയുടെ നാമങ്ങളോ എന്തെങ്കിലും നമുക്ക് സ്തുതിച്ച ശേഷം നമുക്ക് ചിലപ്പം ആരംഭിക്കാം. ആദ്യം നമ്മൾ ശ്രീരാമജയം എന്നുള്ള നാമമോ ശ്രീരാമ ജയ രാമ ജയ ജയ രാമ എന്നുള്ള നാമമോ നമ്മളൊരു ബുക്കിൽ എഴുതുകയോ അല്ലെങ്കിൽ 21 തവണ എഴുതുകയോ 21 തവണ ചൊല്ലുകയോ ചെയ്യാം എന്നതാണ്. എന്നിട്ട് നമ്മൾ ഹനുമാൻ ചാലീസ ചൊല്ലി തുടങ്ങുക. അപ്പോൾ ഹനുമാൻ ചാലീസ ചൊല്ലി തുടങ്ങുന്ന 3 തവണ ഇത് ചൊല്ലുക. അപ്പോൾ ഹനുമാൻ ചാലീസ ശ്രീരാമജയം 21 തവണ ചൊല്ലുകയോ എഴുതുകയോ ചെയ്തിട്ട് ഹനുമാൻ ചാലീസ ഒരു 3 തവണ ചൊല്ലുക. ഈ ഒരു ക്രമത്തിൽ നമ്മൾ ദിവസവും നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല മാറ്റം അനുഭവപ്പെടാൻ കഴിയും. കാരണം ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലി കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ കുടുംബത്തിലെ ഐശ്വര്യവും സമാധാനവും ശാന്തിയും എല്ലാം വിളയാടാൻ തുടങ്ങും. അതുപോലെ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമായി തുടങ്ങും. നമ്മുടെ പല ആത്മാർത്ഥമായിട്ടുള്ള ന്യായമായിട്ടുള്ള ആഗ്രഹങ്ങൾ, അതായത് മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാത്ത ആഗ്രഹങ്ങൾ നമുക്ക് സഫലമായി തുടങ്ങുന്നത് നമ്മുടെ അനുഭവത്തിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്കത് സാധിക്കും. ആഗ്രഹങ്ങൾ നമ്മുടെ കാര്യവിജയം ഉണ്ടാകുന്നതാണ് നമുക്ക് ആദ്യം തന്നെ നമുക്ക് അറിയുന്നത്. ഇതിൽ പറയുന്നുണ്ട്, ദുർഗമ കാച്ചി ജഗത് കേ ജയതേ സുഗമാനുഗ്രഹ തുംഹരതേതേ. അതായത് ലോകത്തിലെ ദുഷ്കരങ്ങളായ കാര്യങ്ങളെല്ലാം ഭഗവാന്റെ അനുഗ്രഹത്താൽ സുഗമമായി തീരുമെന്ന് പറയുന്നുണ്ട്. പിന്നെ സബ് സുഖലഹേ തുംഹാരി സർണ തും രക്ഷക കാഹുകൊടർണ. അതായത് ശരണം പ്രാപിക്കുന്നവരെ എല്ലാവരെയും രക്ഷിച്ച് എല്ലാ സുഖങ്ങളും പ്രദാനം ചെയ്യുന്ന ഭഗവാന്റെ സംരക്ഷണം നമുക്ക് ഉള്ളപ്പോൾ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. അതായത് ഭഗവാൻ സർവ്വസുഖങ്ങളും നമുക്ക് പ്രദാനം ചെയ്യുകയും നമ്മളെല്ലാ വിധത്തിലും നമ്മളെ സംരക്ഷിക്കും. സർവ്വ പ്രശ്നങ്ങളിലും ദോഷങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കും. നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. നമുക്കൊരു സംരക്ഷണമായിട്ട് ഭഗവാൻ എപ്പോഴും കൂടെ ഉണ്ടാവും. അതുപോലെ ഭൂതപിശാചി നികട് സഹിമാവേ മഹാവീര ജപ് നാം സുനാവേ. അതായത് മഹാവീരനായ അങ്ങയുടെ നാമം കേൾക്കുമ്പോൾ തന്നെ ഭൂതപ്രേത പിശാചുക്കൾ ഓടി ഒളിക്കുന്നു. അതായത് നമുക്ക് ഭൂതപ്രേതങ്ങളുടെ ഉപദ്രവം, അതുപോലുള്ള ആത്മാക്കളുടെ ഉപദ്രവം, അതുപോലെ മറ്റുള്ള ഏതൊരു ദുഷ്ട
ആത്മാക്കളുടെയോ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജിയുടെ ഉപദ്രവങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാത്തിൽ നിന്നും അതെല്ലാം ദൂരെ നീക്കി നമ്മളെ അനുഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പറയുന്നുണ്ട്, നാശി രോഗഹരൈ സബീര ജപ് നിരന്തര ഹനുമത് വീര. അതായത് അങ്ങയുടെ വീരകഥകൾ നിരന്തരം ജപിക്കുന്ന ഒരാൾക്ക് കടുത്ത രോഗങ്ങളും കടുത്ത പീഡകളും ഇല്ലാതെയാകുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് സങ്കടസേ ഹനുമാനെ ചുടാവേ മനക്രമ വചന ധ്യാനം ചോലാവേ. അതായത് മനസ്സുകൊണ്ടും കർമ്മം കൊണ്ടും ഹനുമാനെ ധ്യാനിച്ചാൽ എല്ലാവിധ സങ്കടങ്ങളിൽ നിന്നും ഭഗവാൻ നമ്മളെ മോചിപ്പിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹത്തിന് ഏറ്റവും നല്ലതായിട്ട് പലരും പറയുന്നത് ഹനുമാൻ ചാലീസ തന്നെയാണ്. അപ്പോൾ ഹനുമാൻ ചാലീസ ചൊല്ലിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. ആ ഒരു ദേവത ചിത്തന തരൈ ഹനുമത് സേ സർവസുഖരൈ. അതായത് മനസ്സിൽ മറ്റ് ദേവസങ്കല്പങ്ങളുടെ ആവശ്യമില്ല, ഹനുമത് സേവ കൊണ്ട് തന്നെ സകല സുഖപ്രാപ്തിയും ലഭിക്കും. അതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അതായത് നമുക്ക് ഹനുമാൻ ചാലീസ ജപം കൊണ്ട് കിട്ടുന്ന കാര്യങ്ങളൊക്കെ കൂടുതൽ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സങ്കടഹരേ മടൈ സപ്പീര ജോ സുമിരേ ഹനുമത് ബൽവീര. ഹനുമാനെ ഭജിക്കുന്നവരെ സർവ്വ ദുഃഖങ്ങളും പീഡകളും അകറ്റി ഭഗവാൻ പരിപാലിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ ജോഷത് ബാർ പാട് കർജോയി ചുട്കി ബന്ദി മഹാസുഖോയി. അതായത് ഈ സ്തോത്രത്തെ 100 തവണ പാരായണം ചെയ്യുന്നവൻ ജീവിത ദുരിതങ്ങളിൽ നിന്ന് മുക്തി നേടി സുഖസന്തോഷത്തോടെ വസിക്കും. അതായത് എപ്പോഴാണ് നമ്മുടെ ഇത് 100 പ്രാവശ്യം കഴിയുന്നത്, അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിത ദുരിതങ്ങളിൽ മുക്തി നേടി സുഖസന്തോഷത്തോടെ വസിക്കുന്നു. അതായത് നമ്മൾ ദിവസവും 3 തവണ ചൊല്ലിയാൽ നമുക്കിപ്പോൾ ഏകദേശം ഒരു 3-4 മാസം കൊണ്ട് തന്നെ നമുക്ക് 300 തവണ തികയ്ക്കാവുന്നതാണ്. 3-4 മാസം വേണ്ടി വരില്ല എന്നാണ് ചൊല്ലുന്നത്. കാരണം ദിവസവും 3 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ 3 തവണ ജപിക്കാവുന്നതാണ്. അതായത് ഒരു മാസം 30 ദിവസം. അപ്പോൾ നമ്മൾ ഒരു ദിവസം ഒരു മാസം കൊണ്ട് നമ്മൾ 90 തവണ തയ്ക്കുന്നതാണ്. അതുപോലെ പിന്നെ ജോയഹ് പടേ ഹനുമാൻ ചാലീസ ഹോ സിദ്ധി സാഗി ഗൗരീശ. അതായത് ഭഗവാൻ പരമശിവൻ സാക്ഷിയായി പറയുന്നു, ആരാണോ ഇത് ജപിക്കുന്നത് അവൻ എല്ലാ സകല സിദ്ധികളും പ്രാപ്തമാവുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഹനുമാൻ ചാലീസ ജപിക്കുക. ഇതുകൊണ്ട് ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. കാരണം ശ്രീരാമനും സീതാദേവിയും ഒന്നിച്ച് ജീവിക്കാനായിട്ട് ഒന്നിച്ച് ജീവിക്കാൻ പാലമായിട്ട് വർത്തിച്ച ദേവനാണ് ശ്രീ ഹനുമാൻ സ്വാമി. അപ്പോൾ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ ദാമ്പത്യ കാര്യങ്ങളിൽ വിജയം ഉണ്ടാവും എന്നുള്ളത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നല്ല രീതിയിൽ വേണം നമ്മുടെ ജീവിത വിജയത്തിന്. വേണമെന്നല്ല, ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ ഹനുമാൻ ചാലീസ ചൊല്ലേണ്ട രീതികൾ, അതിൻ്റെ പല ഫലങ്ങളും ഞാൻ പറഞ്ഞു. നമുക്ക് ഗ്രഹദോഷങ്ങളൊന്നും ബാധിക്കുകയില്ല. എല്ലാത്തിൽ നിന്നും ഹനുമാൻ സ്വാമി ഒരു പ്രൊട്ടക്ഷനായിട്ട് നമ്മളെ നിലനിർത്തും. നമ്മുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ട് എല്ലാ പ്രശ്നങ്ങളും മാറും. എല്ലാ വിധത്തിലുള്ള ഐശ്വര്യവും ഭഗവാൻ പ്രദാനം ചെയ്യും. അപ്പോൾ എല്ലാവരും നിങ്ങൾ ഹനുമാൻ ചാലീസ ചൊല്ലുക. എന്നിട്ട് ഭഗവാനിൽ നിന്നും സർവ്വ ഐശ്വര്യങ്ങളും പ്രാപ്തമാകുക. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത് ചൊല്ലിക്കഴിഞ്ഞിട്ട് കുറച്ച് നേരം വരുന്ന രാമനാമമൊക്കെ ചൊല്ലി നമ്മളിരിക്കുന്നത് കുറച്ചുകൂടി ഗുണം ചെയ്യും. അപ്പോൾ ജയ് ഹനുമാൻ, ജയ് ശ്രീറാം.